ഗൾഫ് യാത്രക്കാർക്ക് ആശ്വാസം. ഗൾഫ് വിമാന സർവീസുകളിൽ കൂടുതൽ മാറ്റം. ഏപ്രിൽ 4 ശനിയാഴ്ച എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് ആകെ 42 സർവീസുകൾ നടത്തും. പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന വാർത്ത പുറത്തെത്തുന്നു. ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ കാരണം UAE വ്യോമാതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും തുടർന്ന് വിമാന സർവീസുകൾ വന്ന മാറ്റങ്ങളും പലരെയും ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ UAE വ്യോമാതിർത്തി തുറന്നതിന് പിന്നാലെ വലിയ മാറ്റം തന്നെ വരുന്നു. വിമാന സർവീസുകൾ പഴയപടിയാകുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ വിമാന സർവീസുകളിൽ നിയന്ത്രണം തുടരുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് ആകെ 42 സർവീസുകൾ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 26 എണ്ണം UAEയിലേക്കും തിരിച്ചുമുള്ള ഷെഡ്യൂൾ ചെയ്യാത്ത പ്രത്യേക വിമാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് വിമാന സർവീസിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഷാർജ എന്നിവിടങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ ഉണ്ടാകില്ലെന്നും കമ്പനി അറിയിക്കുന്നു. പകരം പ്രത്യേക വിമാനങ്ങൾ മാത്രമായിരിക്കും സർവീസ് നടത്തുക. ഡൽഹി, കൊച്ചി, കോഴിക്കോട്, മംഗലാപുരം, മുംബൈ, ലക്നൌ, അമൃത്സർ, കണ്ണൂർ, തിരുച്ചിറപ്പള്ളി എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും ഈ സർവീസുകൾ പ്ലാൻ ചെയ്യുന്നത്. മസ്കറ്റിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ ഡൽഹി, മുംബൈ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ സലാലയിലേക്ക് സർവീസുകൾ ഇല്ല എന്നും ഓർക്കണം. ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാന സർവീസുകൾ അതേപടി തുടരും. ദമാമിലേക്ക് സർവീസുകൾ ഉണ്ടാകില്ല. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഇസ്രയേൽ എന്നിവിടങ്ങളിലേക്ക് ഇന്ന് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും വിമാന സർവീസുമായി ബന്ധപ്പെട്ട യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കമ്പനി പറയുന്നു. വിമാനങ്ങൾ റദ്ദാക്കിയതോ സമയം മാറ്റിയതോ ആയ റിപ്പോർട്ടുകൾ യാത്രക്കാർക്ക് അധിക നിരക്കില്ലാതെ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റാനും കമ്പനി സഹായിക്കുന്നുണ്ട്. കൂടാതെ യാത്ര വേണ്ടെന്ന് വെക്കുന്നവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതുമായിരിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.